നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരം നാളെയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ പുലർച്ചെ 12:30 കളി. ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള വൈരത്തിൻ്റെ കഥകൾ നിങ്ങൾ എല്ലാവരും അറിയാവുന്നവരാണ്. പുതുതായിട്ട് നിങ്ങൾ കുറേ കേട്ടിട്ടും ഉണ്ടാവും. ഈ രണ്ട് ടീമുകളുടെ ഹെഡ് ടു ഹെഡിൻ്റെ കണക്കെടുത്താൽ ആർക്കാണ് മുൻതൂക്കം, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി, ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഓവറോൾ ഹെഡ് ടു ഹെഡ് റെക്കോർഡ് നോക്കിയാൽ അതിൽ ഇംഗ്ലണ്ടിനാണ് മുൻതൂക്കമുള്ളത്. 6 വിജയങ്ങൾ ഇംഗ്ലണ്ട് അർജൻറ്റീനയ്ക്ക് വില നേടിയിട്ടുണ്ട്. അർജൻറ്റീന 3 മത്സരങ്ങൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്, 5 മത്സരങ്ങൾ സമനിലയാവുകയും ചെയ്തു. എന്നാൽ ആകെ നടന്ന മത്സരങ്ങൾ 14 മത്സരങ്ങളിൽ 6 വിജയം ഇംഗ്ലണ്ടിനും 3 മത്സരങ്ങൾ വിജയിച്ചത് അർജൻറ്റീനയും, ബാക്കി മത്സരങ്ങൾ സമനിലയായി മാറുകയും ചെയ്തു. ആദ്യമായിട്ട് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന 1951 ഒരു ഫ്രണ്ട്ലി മത്സരത്തിലാണ്. അന്ന് ഇംഗ്ലണ്ട് 2-1 വിജയിക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് 2005 അതായത് 20 വർഷങ്ങൾ കഴിഞ്ഞു, 2 പതിറ്റാണ്ട് കഴിഞ്ഞു എന്നർത്ഥം. 2005 ഫ്രണ്ട്ലി മത്സരം 3-2 ഇംഗ്ലണ്ട് വിജയിക്കുകയാണ് ചെയ്തത്. ഇനി വേൾഡ് കപ്പിൽ ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയതൊക്കെ വലിയ സംഭവ വികാസങ്ങളായി മാറിയിട്ടുള്ളതാണ്. ഈ രണ്ട് ടീമുകൾ തമ്മിൽ 5 തവണ ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. അപ്പം അതിൽ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനാണ് ഒരു ആധിപത്യമുള്ളത്. 3 മത്സരങ്ങൾ ഇംഗ്ലണ്ട് വിജയിച്ചു. പക്ഷേ അർജൻറ്റീന 2 കളികൾ ജയിച്ചിട്ടുണ്ട്. അതിലൊന്ന് പെനാൽറ്റി ഷൂട്ട് ഔട്ടായിരുന്നു എന്ന കാര്യം മറക്കുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിയാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് വേൾഡ് കപ്പിൽ എന്നുള്ളത്. വേൾഡ് കപ്പിൽ 1962 ഈ ടീമുകൾ തമ്മിൽ ആദ്യമായിട്ട് ഏറ്റുമുട്ടുന്നത്. അന്ന് ആ ഒരു ചിലിയിൽ നടന്ന വേൾഡ് കപ്പിൽ 1-3 ഇംഗ്ലണ്ടാണ് അർജൻറ്റീനയ്ക്ക് മേൽ വിജയം നേടിയത്. രണ്ടാമത് ഇവർ ഏറ്റുമുട്ടുന്ന 1966 ഇംഗ്ലണ്ട് വേദിയൊരുക്കിയ ആ വേൾഡ് കപ്പിൽ വെംബ്ലിയിൽ വെച്ചിട്ട് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടി. അന്ന് വലിയ സംഭവവികാസങ്ങളുണ്ടായി. ആൻ്റോണിയോ റാറ്റിൻ അർജൻറ്റീനയുടെ നായകനെ റെഡ് കാർഡില്ല, പക്ഷേ റഫറി ഒരു ഫൗളിൻ്റെ പേരിൽ പുറത്താക്കി. റെഡ് കാർഡൊക്കെ പിന്നീടാണ് വരുന്നത്. പക്ഷേ അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ നേരിട്ട് പുറത്താക്കുക എന്നുള്ളതാണ്. ആ പുറത്താക്കലിനോട് പക്ഷേ റാറ്റിൻ അത് സമ്മതിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ശക്തമായിട്ട് പ്രതിഷേധിച്ചു. മിനിറ്റുകളോളം ഗ്രൗണ്ടിൽ തന്നെ തുടർന്നു. കയറി പോകുമ്പോൾ ആ ബ്രിട്ടൻ്റെ ആ ഒരു കൊടി കോർണറിൽ വെച്ചിരുന്ന അതേ ഇങ്ങനെ ക്രംബിൾ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് വലിയ രൂപത്തിൽ പ്രശ്നമൊക്കെ ആയി. ഏതായാലും കളി കഴിഞ്ഞിട്ട് അർജൻറ്റീൻ താരവുമായിട്ട് ഈ ഷർട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ മുതിർന്ന ഇംഗ്ലീഷ് താരത്തെ അവരുടെ കോച്ച് വിലക്കിയെന്ന് മാത്രമല്ല, കോച്ച് പിന്നെ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ അവരും മനുഷ്യരല്ല മൃഗങ്ങളാണ് എന്ന് അർജൻറ്റീൻ താരങ്ങളെ അധിക്ഷേപിക്കുകയും ചെയ്തു. മത്സരം എന്തായാലും 1-0 ഇംഗ്ലണ്ട് വിജയിച്ചു. ആ റാറ്റിൻ്റെ മരണത്തിൽ അനുശോചിച്ചാണ് കഴിഞ്ഞ മത്സരത്തിൽ അർജൻറ്റീനക്കാർ കഴിഞ്ഞ ശനിയാഴ്ച ഒരു കറുത്ത ആംബാൻഡ് അണിഞ്ഞുകൊണ്ട് കളിക്കളത്തിൽ ഇറങ്ങിയിരുന്നത്. എന്നാൽ അതിനുശേഷം പിന്നെ 1986 വേൾഡ് കപ്പ് മത്സരമാണ്. അത് 1982 നടന്നിട്ടുള്ള ഫോക്ലാൻഡ് യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ഫോക്ലാൻഡ് അവിടെ പ്രധാനമായും 2 ദ്വീപുകളും പിന്നെ ഒരു ദ്വീപ് സമൂഹമാണ്. അർജൻറ്റീനയുടെ അടുത്ത് കിടക്കുന്ന ഒരു ദ്വീപ് സമൂഹമാണ്. അർജൻറ്റീന അതിൻ്റെ മേൽ പരമാധികാരം അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഇംഗ്ലണ്ട് അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല ബ്രിട്ടൻ അത് സമ്മതിച്ചിട്ടില്ല. ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ബ്രിട്ടനാണത് കൈയാളുന്നത്. അന്ന് നടന്ന യുദ്ധം, ആ യുദ്ധത്തിന് പിന്നാലെ 86 മെക്സിക്കോയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിൽ ഈ ടീമുകൾ ഏറ്റുമുട്ടുന്നു. അന്നാണ് മറഡോണയുടെ ഇൻഫേമസ് ആയിട്ടുള്ള കുപ്രസിദ്ധമായ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്ന ആ ഗോളും, അതോടൊപ്പം തന്നെ ലോക ഫുട്ബോളിൽ കണ്ട ഏറ്റവും മനോഹരമായ ഗോളുകളിലൊന്ന്, നൂറ്റാണ്ടിൻ്റെ ഗോൾ എന്നറിയപ്പെടുന്ന ആ ഒരു സോളോ ഗോൾ. വാവ്! അതിൻ്റെ ഹൈലൈറ്റൊക്കെ കാണുമ്പോൾ ഏത് ഫുട്ബോൾ പ്രേമിയാണ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പോകാത്തത്? ഒരു ഒഴുകി അങ്ങ് പോവുകയല്ലേ ഒരു ഹാഫ് മുഴുവനും. തടയാൻ വന്ന ഇംഗ്ലീഷ് ഡിഫൻഡർമാർ, ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചവർ എല്ലാവരെയും മറികടന്ന് പോയിട്ട് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ച അതിമനോഹരമായൊരു ഗോൾ. 2-1 ആ മത്സരം അർജൻറ്റീന വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വേൾഡ് കപ്പിൽ പിന്നീട് അർജൻറ്റീന കിരീടം ചൂടുകയും ചെയ്തു. പിന്നെ ഈ ടീമുകൾ ഏറ്റുമുട്ടുന്നത് 1998 അന്നും കുറേ സംഭവവികാസങ്ങളുണ്ടായി. മൈക്കൽ ഓവൻ്റെ അതിമനോഹരമായ ഗോൾ നമ്മൾ കണ്ടു. ബെക്കാം സിമിയോണി ഇൻസിഡൻറ്റ് നമ്മൾ നേരത്തെ പോഡ്കാസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള ആ വിഷയം നടക്കുന്നത് ആ മത്സരത്തിലാണ്. ഒടുവിൽ മത്സരം 2-2 സമനില, പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വിജയിച്ചുകൊണ്ട് അർജൻറ്റീന മുന്നോട്ട് പോയി. അതിനുശേഷം അവർ ഏറ്റുമുട്ടുന്ന 2002 വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലാണ്. ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് ഇംഗ്ലണ്ടാണ് വിജയിച്ചത്. ബെക്കാമിൻ്റെ പെനാൽറ്റിയിലാണ് അന്ന് അവർ വിജയം നേടിയത്. അപ്പോൾ കട്ടയാണ് ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനാണ് മുൻതൂക്കം. വേൾഡ് കപ്പിൽ ഇപ്പോൾ 3-2 എന്ന രൂപത്തിലാണ് 5 കളികൾ ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോഴും ഇംഗ്ലണ്ടിന് അനുകൂലമാണ് കാര്യങ്ങൾ. പക്ഷേ
ഇപ്പോൾ ഇത്തവണ ഒരു കിടിലൻ പോരാട്ടം നടത്തിക്കൊണ്ട് മെസ്സിയും സംഘവും മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയിൽ ആരാധകരിക്കുന്നു. അതേസമയം ഇംഗ്ലീഷ് ആരാധകർക്ക് നല്ല വിശ്വാസമുണ്ട്, അവരുടെ ടീമാണ് ഏറ്റവും മികച്ചതെന്ന്. കാത്തിരുന്ന് കാണാം എന്താവും കളിയെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.